ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കടന്നു പോകുന്നൊരു പീരീഡ്, അതായത് സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 21 വരെ ഒരു സ്പെഷ്യൽ പീരീഡിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സെപ്റ്റംബർ യൂണിവേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 വീക്സ് കൂടെയാണ്. അതായത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1985 ആദ്യം സംഭവിച്ചത്. ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് 2155 സോ ആ ടൈമിൽ നമ്മൾ ആരും ഇവിടെ ഉണ്ടാവില്ല. സോ അത്ര ഇമ്പോർട്ടൻ്റ്, അതായത് ക്രോസ് റോഡ്സ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ഈ ടൈമിനെ പറയുന്നത്. അതായത് നമ്മളുടെ ലൈഫ് ശരിക്കും റീസെറ്റ് ആവുകയാണ്, ശരിയൊരു റീബർത്താണ് ഈ സെപ്റ്റംബർ 21 എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവും. പലരും ഇത് വേറെ ആയിരിക്കില്ല. ഇപ്പം ഇത് ആക്ച്വലി ഓൺ ലൈഫിൽ ഇത് വന്നപ്പോഴാണ് ഞാനും ഇതെല്ലാം കറക്റ്റാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 7th ലൂണാർ എക്ലിപ്സ്, അതായത് ബ്ലഡ് മൂൺ ഹാപ്പൻ ആയിരുന്നു. അപ്പം അതിനെന്ന് പറയണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ പോർട്ടൽ നമുക്ക് ഓപ്പൺ ആവുകയാണ് സെപ്റ്റംബർ 7. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പല സോഡിയാക് സൈനും പല ഇതായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഏരീസാണ്. എനിക്ക് സഡൻ ഹെൽത്ത് ഇഷ്യൂസ് വരാമെന്ന് കണ്ടിരുന്നു, പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ 72 hours ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. വെരി നെക്സ്റ്റ് ഡേ സെപ്റ്റംബർ 8 ഏർലി മോർണിംഗ് ഞാൻ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹഡിലും വന്ന് വീണ് എൻ്റെ കാലിൽ ചെറിയൊരു ഇഞ്ചുറി, ചെറുതല്ല അത്യാവശ്യം നല്ല കാര്യമായിട്ട് പറ്റി. പിറ്റേ ദിവസം ഞാൻ ഈ നമ്മുടെ പുലിക്കളിക്ക് പോയിട്ട് നടക്കുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് എൻ്റെ കാല് നടക്കാൻ പറ്റാത്ത പോലെ, ഞാൻ ആ ഇഞ്ചുറി വെച്ചിട്ടാണ് നിന്നത്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് അത് റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഗ്രൗണ്ടിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സ്ട്രെങ്തനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെപ്റ്റംബർ 21 എന്ന് പറഞ്ഞാൽ റീബർത്താണെന്നാണ് പറയണത്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അത് യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് അത് അടർത്തി മാറ്റിയിട്ടുണ്ടാവും സെപ്റ്റംബർ 7. പലർക്കും പല രീതിയിലാവും കേട്ടോ, പല സോഡിയാക് സൈനും പല രീതിയിലാവും. നമ്മളുടെ ബർത്ത് ടൈം വെച്ചിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ സെപ്റ്റംബർ 21 എന്നുള്ള ഡേയിൽ നമുക്കെല്ലാം റീസെറ്റാണ്, നമുക്കൊരു റീബർത്താണ്. ചിലവർക്ക് പുതിയ കാരിയർ പാത്ത് ഉണ്ടാവും, ചിലവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നവർ വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അത് കളഞ്ഞു പോകും, പിന്നെ പുതിയൊരു ലൈഫിലോട്ട് വരും. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ഹെൽത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും. അപ്പോൾ ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇപ്പോൾ എനിക്കുണ്ടായ ഇഷ്യൂ മാറുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നല്ല, ഐ ആം പ്ലാനിങ് ഫോർ സ്റ്റാർട്ടിങ് വ്ളോഗ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.